ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ PC ക്രിയേറ്റീവ് മീഡിയ എന്ന് പറയുന്ന ചാനലിൽ 2 മാസം മുമ്പ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് നരിവേട്ട. ഈ PC-യുടെ അത്യാവശ്യം എല്ലാ വീഡിയോസും നല്ല കീടലും വീഡിയോസാണ്. നമ്മുടെ ചാനലിൽ തന്നെ തുടക്കത്തെ സമയത്തൊക്കെ കുറേ മുമ്പൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ പുള്ളിക്കാരൻ്റെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരുപാട് ആളുകൾ പേഴ്സണലി പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ അറിയാലോ, അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ വീഡിയോസ് ചെയ്യാൻ ഒന്ന് ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. SLC എക്സാംസ്, കാര്യങ്ങൾ, പ്രൊഫഷണൽ ആയിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ എല്ലാം കൂടെ ആയതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ വീഡിയോ വ്യൂവും നല്ലതായിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തുമൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന അഭ്യർത്ഥനയോടെ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. 4 മിനിറ്റ് 23 സെക്കൻഡാണ്. ഇതെല്ലാം കീടലൻ ക്രോസ് ഓവറാണ്. അതായത് കളംകാവൽ തുടരും രണ്ടിൻ്റെയും ക്രോസ് ഓവറാണ്. മമ്മൂട്ടി, മോഹൻലാൽ, PC ക്രിയേറ്റീവ് മീഡിയ, JXB ജോയ്, അതുപോലെ കുറേ ആളുകളുടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കോപ്പറേറ്റ് എന്തായാലും ഉണ്ടാവും. ബട്ട് ഇത് വർത്താണെന്ന് പറഞ്ഞിട്ടാണ് കുറേ ആളുകൾ അയച്ചു തന്നിട്ടുള്ളത്. കണ്ടോക്കാം. റെഡി. കേരള തമിഴ്നാട് ബോർഡർ ആദ്യ ശ്വാസം അധ്യായം 1. ശൗര്യന് ആനയുണ്ടോ? അയ്യോ സ്വാമിയെ, പൊന്നാമ്പാറ ഭാഗത്തൊക്കെ ആനക്കൂട്ട് ഇറങ്ങാറുണ്ട്. ഇറങ്ങുമെന്ന് വെച്ചാൽ നമ്മളെ ഉപദ്രവിക്കുക സ്വാമി. ആന കൂട്ടത്തോടെ വന്നാൽ നമ്മളെ ഉപദ്രവിക്കും. അതിന് ചില തെറ്റി ഒറ്റയന്മാരുണ്ട്, അവന്മാരെ സൂക്ഷിക്കണം. നീ കണ്ടിട്ടുണ്ടോ ആനെ? ഞാൻ ഒരിക്കലും ഇല്ല. ഞാൻ ഒരിക്കലും ഇല്ല. നരിവേട്ട. മോഹൻലാൽ നരി മമ്മൂട്ടിയാണ്. മോഹൻലാലാണ് വേട്ടയാടുന്നത്. വെളിപാട് അധ്യായം 2. അപ്പോ ഞാൻ എന്തായാലും ബ്രീഫ് ചെയ്യാം സാർ. ആയിക്കോട്ടെ. ഇവൻ മിലിറ്ററിയില്ല. ഒരു 6 മാസം മുന്നേ ഇവന്റെ പെങ്ങള് ഒരുത്തനോട്ട് ഒളിച്ചോടി. അത് ഈ യൂസഫായിട്ട് ഒളിച്ചോടി പോയെന്നാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടത്. அதுக்கு பிறகு அந்த பொண்ணோட போனும் அந்த பொண்ணை கூட்டிட்டு போன ஆளோட போனும் ரெண்டுமே சுவிட்ச் ஆஃப்ல தான் இருந்துச்சு. സാർ, ആ കൊണ്ടുപോയവന്റെ ഫോൺ ഡീറ്റെയിൽ ഉണ്ടോ? இருக்கு சார். அது ஒரு கேரளா நம்பர். ஆனா அது ஃபேக் அட்ரஸா இருக்குமோன்னு சந்தேகமா இருக்கு சார். എന്റെ ഒരു വിശ്വാസം ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് സാർ. കാരണം കാണാതായ ഒരു പെണ്ണ് പോലും തിരിച്ചു വന്നിട്ടില്ല. ഒരാളെ കുറിച്ച് ഒരു അറിവ് പോലും ഇല്ല. ഇതൊരാൾ ഒറ്റയ്ക്ക് ചെയ്തതായിരിക്കോ അതോ ഒരു ഗ്രൂപ്പിന്റെ ഓപ്പറേഷൻ ആയിരിക്കോ? സാർ, എന്റെ തോന്നൽ ഇത് ഒറ്റ ഒരുത്തനാണെന്നുള്ളതാണ്. ബോഡിയുടെ കെമിക്കൽ അനാലിസിസിൽ ഡിജിറ്റാലിസ് എന്ന കണ്ടന്റാണ് കണ്ടെത്തിയത്. ഇത് ഹാർട്ട് അറ്റാക്കിന് ഇൻഡ്യൂസ് ചെയ്യുന്ന വലിയ വിഷമാണ്. ഇത് ശരീരത്തിൽ എത്തുന്ന അളവിനനുസരിച്ച് മരണം പെട്ടെന്നും സംഭവിക്കാം, ദിവസങ്ങൾക്ക് ശേഷവും സംഭവിക്കാം. അത് പിന്നെ ദീപ് നാളെ വരുന്ന വൈകുന്നേരം അമ്മ പറഞ്ഞു. വഴിത്തിരിവ് അധ്യായം 3. പുള്ളിക്ക് ഒരാൾ ഓർമ്മയുണ്ട്. പക്ഷെ പുള്ളി പറഞ്ഞത് അവളുടെ കൂടെ ജോലി എടുത്തോണ്ടിരുന്ന ഒരുത്തനാണെന്നാ. ഞാനൊരു സ്കെച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആർട്ടിസ്റ്റ് കൂടെ ഉണ്ട്. നിന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റ വീണ്ടും കാട് കയറിയുന്നു. എന്തൊരു കച്ച്, എന്താ അടിപൊളി. ഓഹോ, ഓ എന്തല്ലേ.
മോനെ മറ്റേ പടത്തിൽ പോലെ പോലെ ഇത് നരിയാണേ. എന്താ വർക്കില്ലേ, കട്ട് എന്ന് പറയുന്നത് അടിപൊളി കട്ട്സാണ്, അതിനൊന്നും പറയാനില്ല. ഇതിലിപ്പോ എനിക്ക് DQന്റെ എൻട്രി ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്തു. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ സ്ഥലത്തും മമ്മൂക്കയും ലാലേട്ടും തമ്മിലുള്ള സാധനങ്ങൾ, വിനായകൻ പറയുന്ന ഡയലോഗ് ലാലേട്ടനോട് പറയുന്ന പോലെ ആക്കിയിട്ടുള്ളത്, ആൻഡ് സ്കെച്ച് കാണിച്ചെടുക്കുമ്പോൾ ലാലേട്ടൻ അത് നോക്കിയിരിക്കുന്ന പോലത്തെ സാധനം ഭയങ്കരമായിട്ടുണ്ട്. ആൻഡ് പേഴ്സണലി എനിക്ക് കളങ്കാവൽ തുടരും കണ്ടതിൽ തുടരും ഭയങ്കരമായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച അതിൻ്റെ ഫീൽ ഇപ്പോഴും ശരി ഇതിൻ്റെ സീന് കാണുമ്പോഴും ഇങ്ങനെ വാവ് ഫീൽ തോന്നുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു കൂടുതൽ ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന ഭാഗങ്ങളാണ്. മമ്മൂക്കയുടെ പടങ്ങൾ പൊതുവെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ് എൻ്റെ ചാനലിൽ കാണുന്നതാണ്. ബട്ട് എനിക്കെന്തോ കളങ്കാവൽ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ലാത്തൊരു പടമാണ്. കുറേ ഡയലോഗ് കേട്ടതും ഏറിൽ പോയതുമാണ്. അതുകൊണ്ട് വീണ്ടും ആ ഡയലോഗ് കുത്തിപ്പൊക്കരുത്. ഇനി കുത്തിപ്പൊക്കിയാലും കുഴപ്പമില്ല, നിങ്ങൾ ഹൈപ്പോ ചെയ്തിട്ട് ചാനലൊന്ന് കുത്തിപ്പൊക്കുക വീണ്ടും. കാരണം ഈ സമയം അങ്ങനത്തെ ഒരു ടൈമാണ്. കുറേ കാലങ്ങളായിട്ട് വീഡിയോ അങ്ങനെ കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഇടാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. അത് മനസ്സിലാക്കി ലാസ്റ്റിലെ വീഡിയോസിലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അതുപോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അതായത് ലാലേട്ടൻ്റെ ഭാഗത്താണോ മമ്മൂക്കയുടെ ഭാഗത്താണോ നിങ്ങൾ, ആരാണ് ഏറ്റവും കൂടുതൽ കമൻറ്റിൽ ശക്തി കളിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ ടാറ്റ.